ഇപ്പോഴും പരിമിതമായ ഒരു രക്ഷാപ്രവർത്തനം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. 5 or 6 ഹെലികോപ്റ്ററുകൾ അവിടെ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാനായി സർവീസ് നടത്തുന്നുണ്ട്. അവരെ ഈ ഉത്തരകാശി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് എത്തിക്കുന്നുണ്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഗംഗോത്രിയിലും അതുപോലെ തന്നെ ഹർസിൽ മേഖലയിലും ഒക്കെ തന്നെ. അപ്പോൾ അവരെ വ്യോമമാർഗം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന നടപടിയാണ് പ്രധാനമായും ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നത് സംബന്ധിച്ചുള്ള വലിയ ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. 100-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ഒരു പൂർണ്ണതോതിൽ ആരംഭിച്ചിട്ടില്ല. ഈ റോഡ് കണക്ടിവിറ്റി പൂർണ്ണമായി ശരിയായ ശേഷം മാത്രമായിരിക്കും അത്തരം നീക്കത്തിലേക്ക് സൈന്യത്തിന് പോകാൻ സാധിക്കുക. ആർമിയുടെ ഒരുപാട് ട്രക്കുകളും ജവാന്മാരും ഒക്കെ തന്നെ ഈ ഒരു റോഡിൽ നിരന്നു നിൽക്കുന്നുണ്ട്, ഈ ഒരു റോഡ് കണക്ടിവിറ്റി ശരിയാവുന്നതിന് വേണ്ടി. അപ്പോൾ BRO എത്ര വേഗത്തിൽ ഈ പാലം പണി പൂർത്തിയാക്കുന്നു അതിനനുസരിച്ചായിരിക്കും പിന്നീടുള്ള രക്ഷാദൌത്യം എന്നത്. 100-ലധികം ആളുകളെ കാണാനില്ല, അതിലധികമാണ് കാണാതായവരുടെ എണ്ണം എന്ന അനൌദ്യോഗിക കണക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇവിടെ കാണാതായവരെ കുറിച്ചുള്ളത്. നേപ്പാളിൽ നിന്നുള്ള 23 പേരെ കാണാതായി എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് ഒരുപാട് പേർ രംഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിനോദസഞ്ചാരത്തിന് വന്ന വലിയൊരു ടീമിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ രംഗത്ത് വരുന്നവരുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യമുണ്ട്. ആ ഒരു രക്ഷാദൌത്യത്തിലേക്ക് കൂടി ഇനി നീങ്ങേണ്ടതുണ്ട് സൈന്യത്തിൽ.